വെള്ളം വെച്ചവർക്ക് അടുത്തൊരു വീട് സാധനം നമ്മൾ വന്നിരിക്കുക മോൺസ്റ്റർ സ്കൂളായിട്ട്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്ന് ഇവർ ഗ്രാനിയുടെ വീട്ടിലേക്ക് പോവാണ്. എല്ലാവരും നിശബ്ദമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ പുതിയ ഗെയിം കളിക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത്. ആരോ പുശി വിട്ടു, സോംബിനെ എറിഞ്ഞു കൊന്നു. അല്ല പിന്നെ പുശി വിടുന്നോടാ. ക്രീപ്പർ പുശി വിട്ടു. പിഗ്ലിൻ ഫിഷുടെ മുട്ട് ഓടിപ്പോയി, ഓനെ കൊന്നു. ഇന്നിവരെ ഗ്രാനിയുടെ വീട്ടിൽ പോയി കളിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ ഗ്രാനിയുടെ വീട്ടിലേക്ക് പോകുന്ന പോർട്ടൽ അവര് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം സോംബി വിജൃംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അവനിങ്ങനെ പോണോ വേണ്ടോ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അന്നേരം സ്കെൽറ്റൻ വന്ന് ചവിട്ടി. വെതർ സ്കെൽറ്റൻ വന്ന് ചവിട്ടി. അവൻ കിടന്ന് ചിരിക്കുക. അങ്ങനെ എല്ലാവരും അങ്ങനെ ഗ്രാനിയുടെ വീട്ടിലേക്ക് എത്തി. അവിടെ രണ്ടാളെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. ഇനി കണ്ടോ, അവരിങ്ങനെ ആടി കളിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഗാസ്റ്റും വന്നു, ഇവരുടെ ടീച്ചറും വന്നു. ആ പോർട്ടൽ അടഞ്ഞുപോയി. അവൻ ടീച്ചർ തുറക്കാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. ലോക്കിടുന്ന് പറയാണ്. ഗാസ്റ്റ് എല്ലാവരും പേടിച്ചിരിക്കുകയാണ്, ഇനി അങ്ങനെ പോകുമെന്നോർത്ത്. അപ്പോഴാണ് മറ്റേ വൂൾഫ് കോഴിയിടുന്ന ഒച്ചേട്ട. ഇതേ പട്ടി വന്ന് ഓവിയിടുന്നു. മറ്റേ വെതർ സ്കെൽറ്റൻ എടുത്ത് കല്ലെടുത്ത് എറിഞ്ഞു. അവൻ ചിരിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ കളിക്കുക അല്ലെങ്കിൽ എന്താണെന്നൊരു ഒരിതുണ്ട്. ഫിനിഷ് ഗെയിം എന്നെല്ലാം പറയുന്നുണ്ട്. ആദ്യം തന്നെ സോംബിനെ പറഞ്ഞേക്കുന്നുണ്ട്. അവൻ പേടിച്ചവിടെ ഇരിക്കുകയായിരുന്നു. വെറുതെ അവനെ വെട്ടും. അങ്ങനെ കണ്ണ് തുറന്നു. ഫസ്റ്റ് ഡേ സോംബി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. കുപ്പീൻ്റെ അടുത്ത് പോവാണ്. അവൻ കുപ്പി എടുക്കാൻ നോക്കി, പക്ഷെ കുപ്പി തട്ടി വീണു, മേശ വീണു. ഇപ്പൊ ഗ്രാനി വരുന്നത് അവൻ കണ്ടു. ഓടിപ്പോയി അലമാരേന്റെ ഉള്ളിൽ ഒളിക്കൂ. അവൻ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഗ്രാനി വന്ന് വാതിൽ തുറന്നു നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആരാടൊക്കെ എൻ്റെ വീട്ടിലെ കുപ്പി തല്ലി കിട്ടിയതെന്ന്. ഗ്രാനി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട്. സോംബി കിടന്ന് വിറക്കുന്നു. ഗ്രാനി തിരിച്ച് പുറത്തു പോയി, റൂമിൽ പുറത്തു പോയി. സോംബി വീണ്ടും പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പോയോന്ന്. സോംബി നോക്കുമ്പോഴത്തേക്കും നടന്നു പോകുമ്പോ അവിടെ ഗ്രീഫിംഗ് ഫ്ലോർ ഉണ്ടായിരുന്നു. ഗ്രാനി കണ്ടു, അവനെ അടിക്കാൻ വന്നു. അവനെ ഓടി റൂമിൽ കയറി. ആ ഡോറ് ലോക്കായിരുന്നു. ശബാഷ്. അവൻ പെട്ട്. ഗ്രാനി ചിരിക്കുന്നുണ്ട്. അവനെ തല കഴിച്ച് വീഴ്ത്തും. സോംബി ഡെഡ്. അടുത്തതായി പോകേണ്ടത് നമ്മളെ സ്കെൽറ്റൻ ആണ് അടുത്തതായി പോകുന്നത്. അപ്പൊ സ്കെൽറ്റനും മിക്കവാറും ഗ്രാനി പിടിച്ചോടിക്കും. സ്കെൽറ്റൻ ഇങ്ങനെ വിജൃംഭിച്ചു വിട്ടാവും. എന്റെ കണ്ണെല്ലാം തള്ളി ഇങ്ങനെ പുറത്തേക്കെല്ലാം നോക്കിയിരിക്കുവായിരുന്നു. ആരും ഇല്ലാന്ന് മനസ്സിലായി. അവൻ താഴേക്ക് പോവുകയാണ്. അപ്പത്തേക്ക് മോളില് ഗ്രാനി ഉണ്ടായിരുന്നു. അവനെ കണ്ടു, അവന്റെ പണി തീരുന്നു. അവൻ കണ്ടം വരി ഓടി. ഗ്രാനി അവന്റെ പുറകെ തന്നെയുണ്ട്. വീണ്ടും വാതില് ചിന്നം വാതിലല്ല ഏതെല്ലാം റൂമിൽ കയറി. ഗ്രാനി സ്വന്തം വാതിലല്ലോ ചവിട്ടി പൊളിച്ചിട്ട് ഇവൻ മേശ എടുത്തിട്ട് വാതിൽ പൊത്തി. ഗ്രാനിക്ക് തുറക്കാൻ പറ്റില്ല. ഒറ്റ ചവിട്ടി ഗ്രാനി ചത്ത്. ഭിത്തിയിൽ ഇടിച്ച് തല ഇടിച്ച് ചത്ത്.
യെസ്. ഗ്രാനി കടന്ന് ചിരിക്കുന്നുണ്ട്. സ്കെൽറ്റനും ചത്തു. ആദ്യം മേശ കാരണം ബോധം പോയിരിക്കുകയായിരുന്നു, ഇപ്പൊ ചത്തു. അടുത്തത് ഗ്രീപ്പർ. ഗ്രീപ്പർ എഴുന്നേറ്റു. അവനെ തല്ലി തല്ലി തീർക്കുന്നുണ്ട്. എന്തോ ഒച്ച കേട്ടു. ഗ്രാനി ആ ഗ്രീപ്പറിനെ തപ്പി വരികയാണ്. ഗ്രീപ്പർ വീണ്ടും അലമാരേന്റെ ഉള്ളിൽ കയറി. ആ ഒരു അലമാരേന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. ഗ്രാനി വന്ന് നോക്കി. ഗ്രാനിക്ക് മനസ്സിലായി അതിന്റെ ഉള്ളിൽ ഗ്രീപ്പർ ഉണ്ടെന്ന്. അവനെ തല്ലാൻ നിൽക്കുമ്പോഴത്തേക്കും അവൻ ബ്ലാസ്റ്റ് ആയി, പൊട്ടിത്തെറിച്ചു. ഗ്രാനിന്റെ കാലൊടിഞ്ഞ്. ക്രീപ്പർ എക്സ്പ്ലോഡ്. അടുത്തത് സ്ലൈമിനോട് പോവാൻ പറയുകയാണ് ഗൈസ്. അപ്പൊ സ്ലൈം എത്തി. സ്ലൈമിന്റെ ചാടുന്ന ഒച്ച കേട്ട് ഗ്രാനി അറിഞ്ഞ്. ഗ്രാനി ഓടി വന്ന് പാവം സ്ലൈം വന്ന പാടെ തലക്കടി കിട്ടിയ. ഓക്കെ, അങ്ങനെ അവനും ചത്ത്. പിഗ്ലീൻ അവിടെ നിന്ന് ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ അടുത്തത് എൻഡർമാൻ. എനിക്ക് തോന്നുന്നു എൻഡർമാൻ ഞങ്ങൾ ടെലിപ്പോർട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നു. അങ്ങനെയാണല്ലോ. അങ്ങോട്ട് പോയി. വേറെ റൂമിൽ കയറി. അപ്പൊ ഇതൊന്നും സാധനം എനിക്കറിഞ്ഞൂടാ. എൻഡർമാനോട് എന്തെല്ലോ പറയുന്നുണ്ട്. ഏതോ ഒരു മരുന്നൊക്കെ തരാം. അപ്പൊ സെർജ് തന്നു. മിക്കവാറും എൻഡർമാനെടുത്തത് ദേഹത്ത് കുത്തുമായിരിക്കും. ഓക്കെ, കുത്തി ഗൈസ്. ഓക്കെ, എൻഡർമാന് പവർ കൂടിയോ? ഗ്രാനിനെ പിടിച്ച് തൂക്കിയോ? ഓനും ചത്തോ? പവർ കൂടിപ്പോയി. ഗ്രാനി ഇവനൊക്കെ എന്താ? എൻഡർമാനും തോറ്റു എന്ന് പറയാണ്. അപ്പൊ ഗാസ്റ്റ് പോകുന്നു അടുത്തതായിട്ട്. ഗാസ്റ്റിനെ ചവിട്ടി തെറിപ്പിച്ചിട്ട് പിഗ്ലീൻ പോവാന്ന് പറയാണ്. പിഗ്ലീൻ ഇറങ്ങലും മൂക്കും കുത്തി വീണു. കണ്ണടിയും ബോഡിയൊക്കെ കാണിച്ചിട്ട് ഇറങ്ങുന്നേ. ഗ്രാനി എവിടെ ഉണ്ടായിരുന്നു? പിഗ്ലീൻ ബോഡി കാണിച്ചിട്ട് നിൽക്കുമോനെ. ഗ്രാനിക്ക് ലപ്പ് പോണി. ലപ്പ് നടന്ന് വരുക. എന്റെ നമ്പർ എന്ന് പറയാണ്. നമ്പർ. ഓക്കെ, അവനെ അടിച്ചു തെറിപ്പിച്ച് ഓടും വലിച്ചു പോന്ന്. ടീച്ചറെ കണ്ണ് തള്ളിപ്പോയി. ഇനി ആകെയുള്ളത് വെതർ സ്കെൽറ്റനാണ്. വെതർ സ്കെൽറ്റനെ തല്ലി ചമ്മന്തിയാക്കോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവൻ പോയിട്ടുണ്ട്. വെതർ സ്കെൽറ്റൻ സീൻ മാജിക് ഒക്കെ കാണിക്കുന്നു. മാജിക് കാണിച്ച് പറന്നു പോകുന്നുണ്ട്. വാതിലുള്ളിൽ പോയി. അതല്ലേ ഗ്രാനി? അതാ അതിനെ പഠിച്ചു വീഴ്ത്തോ? അടിച്ചു വീഴ്ത്തി ഗൈസ്. വെതർ സ്കെൽറ്റനോട് കളി അങ്ങനെ ഗ്രാനി ചത്തിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു ഗെയിം പ്ലേയിൽ വെതർ സ്കെൽറ്റൻ ജയിച്ചു എന്ന് പറയാണ്. ഇപ്പം പോർട്ടൽ അൺലോക്ക് ആയിന്നാ പറയുന്നേ. തുറന്നൂന്ന് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറഞ്ഞേ. അപ്പോൾ വെതർ സ്കെൽറ്റൻ എല്ലാവരും എടുത്ത് പൊക്കിക്കൊണ്ട് പോർട്ടലിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്. ഓടിപ്പോന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോന്ന്. അപ്പൊ ടീച്ചർ പറയാ, എവിടെയാണ് ഗസ്റ്റ്? അതല്ലേ നമുക്കൂടെ മോളിന്ന് താഴേക്ക് വീണ്. അതിനടുത്ത് പോയി തിരിച്ച് സ്കൂളിലെത്തി. എല്ലാത്തിനും ബലിച്ച് ചാടി എറിയുന്നുണ്ട്. നമ്മൾ സേഫ് ആണെന്ന് പറയാണ്. സമയം 5 രാവിലെയായി. എല്ലാവരും ബോധം പോയി കിടക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.